സമീപം പൊങ്ങിൻ ചുവട് കാട്ടാനാക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. പുഷ്പാകരൻ എന്ന വെള്ളക്കയ്യനാണ് മരിച്ചത്. വനവിഭവം ശേഖരിക്കാൻ പോകുന്നതിനിടെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. മലഞ്ചിറക്ക് എടുക്കാൻ വേണ്ടി പോയിട്ട് അന്നേരം കാട്ടാന ആക്രമണം ചെയ്ത് അന്നേരം പുള്ളി കൊല്ലപ്പെട്ടതല്ല, അവിടെ വെച്ച് അന്നേരം ജീവനുണ്ടായിരുന്നു. അന്നേരം എന്നെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഞാനും കൂടി അവിടെ പോയി ഒരു വണ്ടിയും കൊണ്ട് വിളിച്ച് കാട്ടിനുള്ളിൽ കൂടി ആളുടെ അടുത്ത് പോയി കഴിയുമ്പോൾ നാടി പിടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇടവഴിക്കും അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആൾ മരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഒരു 4-അംഗ സംഘം ഈ വനത്തിനകത്തേക്ക് ഇത്തരത്തിൽ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് പോകുന്നത്. ചെറിയ തോതിലുള്ള മഴയെല്ലാം ആ മേഖലയിലുണ്ട്. പ്രത്യേകിച്ച് ഇത് ഇടമലയാറിൽ നിന്ന് അകത്തേക്ക് പോകുന്ന സ്ഥലത്താണ് ഈ പൊങ്ങിൻചൂട് എന്ന് പറയുന്ന ആദിവാസി ഉന്നതിയുള്ളത്. അതായത് കോതമംഗലം നഗരത്തിൽ നിന്ന് ഏകദേശം 16-17 കിലോമീറ്റർ അകലെയാണ് ഇടമലയാർ നിൽക്കുന്നത്. അവിടെ നിന്ന് പിന്നെയും അകത്തോട്ട് പോയാൽ മാത്രമാണ് ഈ ആദിവാസി ഉന്നതിയിലെത്തുള്ളൂ. ആ ഉന്നതിയിൽ നിന്ന് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയതാണ് വെള്ളക്കൈനടക്കമുള്ള ആളുകൾ. ആ പോകുന്ന വഴിയിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. കാട്ടാന കണ്ട് ഭയന്ന് ഓടുന്നതിനിടയിൽ തന്നെ പിന്നിൽ നിന്നെത്തിയ കാട്ടാന തുമ്പി കൈകൊണ്ട് ചുഴറ്റി എറിയുകയായിരുന്നു എന്നുള്ളതാണ് കൂടെയുള്ളവർ നൽകിയിരിക്കുന്ന വിവരം. ഫോറസ്റ്റിനും ഇതേ വിവരം തന്നെയാണ് നിലവിൽ ലഭിക്കുന്നത്. കാട്ടാന അവിടെ നിന്ന് ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തിൻ്റെ കൈകാലുകളെല്ലാം ഒടിഞ്ഞ നിലയിലായിരുന്നു. എന്നാലും ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സമീപത്ത് പരിശോധിച്ചവരെല്ലാം പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമെല്ലാം നടത്തുന്നത്. വനത്തിലൂടെ ഇടമലയാർ ഭാഗത്തെത്തി അവിടെ നിന്ന് പിന്നെ ജീപ്പിലാണ് ഈ ആശുപത്രിയിലേക്ക്, കോതമംഗലം നഗരത്തിലുള്ള ആശുപത്രിയിലേക്ക് പുറപ്പെട്ടത്. സർക്കാർ ആശുപത്രിയിലേക്കാണ് പുറപ്പെടുന്നത്. യാത്രാമധ്യയാണ് അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായത് എന്ന കാര്യമാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഏകദേശം 50 വയസ്സിനടുത്ത് പ്രായമുള്ള ആളായിരുന്നു വെള്ളക്കയ്യൻ എന്ന് വിളിക്കുന്ന പുഷ്പാങ്കരൻ. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി മൃതദേഹം നിലവിൽ അവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. പ്രദേശത്ത് വനമേഖല ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ കാട്ടാനയുടെ ആക്രമണമുണ്ട്. മാത്രമല്ല ഈ ഉന്നതി അടക്കം നിലനിൽക്കുന്ന ഇടങ്ങളിലേക്ക് ചില സമയങ്ങളിൽ ആന കൂട്ടത്തോടെ എത്താറുണ്ട് എന്നുള്ളതാണ് നിലവിൽ അവിടെ നിന്നുള്ള ആളുകൾ പറയുന്നത്.